I want you more than gold or silver, only you can satisfy. You alone are the real joy giver and the apple of my eye. You alone are my strength, my shield. To you alone may my spirit yield. You alone are my heart's desire, and I long to worship thee. Warm greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, വിശുദ്ധ നോമ്പിൻ്റെ 6ാമത്തെ ഞായറാഴ്ചയിലേക്കാണല്ലോ നാം കടന്നു വന്നിരിക്കുന്നത്. ദൈവാഭിമുഖ്യമുള്ളവരായി ദൈവാനുരൂപരായി വളരുവാനുള്ള നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് യേശു ക്രിസ്തു ഒരു അന്ധനായ മനുഷ്യനെ സൗഖ്യമാക്കിയ സംഭവമാണ്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ഒരിക്കൽ യെരുശലേമിലേക്കുള്ള യാത്രാമധ്യേ ശിഷ്യന്മാരുമൊത്ത് അങ്ങനെ സഞ്ചരിക്കയിൽ എരിഹോവിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. അവിടെ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടിട്ട് യേശുവാണ് വരുന്നത് എന്ന് അറിഞ്ഞിട്ട്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവനെ വിലക്കുവാൻ എല്ലാവരും ഉണ്ടായിരുന്നു. മിണ്ടാതിരിക്ക്, യേശു കടന്നു പോകട്ടെ എന്ന് പറയുവാൻ. പക്ഷേ അവൻ അധികമായി നിലവിളിച്ചു. ആ നിലവിളി യേശുവിനെ അവിടെ നിർത്തി. യേശു അവിടെ നിന്നു. അവനെ വിളിപ്പീൻ എന്ന് കൽപ്പിച്ചു. ശിഷ്യന്മാർ അവനെ വിളിച്ചു കൊണ്ടുവന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ഇച്ഛിക്കുന്നത് എന്ന് ചോദിച്ചു. റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അതാണ് അവൻ പറഞ്ഞത്. കാഴ്ചയില്ലാതെ അന്ധരായി ആത്മീകവും ഭൗതികവുമായ മേഖലകളിലെല്ലാം അന്ധന്മാരായി ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇന്ന് ഈ ലോകത്തിലുള്ളത്. അപ്പോൾ റബ്ബൂനി, എനിക്ക് കാഴ്ച വേണം എന്നുള്ള ആ നിലവിളി എല്ലാവരുടെയും വായിൽ നിന്ന് ആ നിത്യദൈവത്തിലേക്ക് ഉയരുന്നു എങ്കിൽ അത് എത്ര അനുഗ്രഹകരമായിരിക്കും, എത്ര അഭിലഷണീയമായിരിക്കും. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. കാഴ്ചയുള്ളവരായി ഈ ഭൂമിയിൽ നാം ജീവിക്കണം. വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ് ആ സംഭവം നമ്മെ ഓർപ്പിക്കുന്നത്. വേഴ്സ് 46 ഓൺവേഴ്സ്. അവർ എരിഹോവിലെത്തി. പിന്നെ യേശു ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തീമായിയുടെ മകനായ ബർത്തിയമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, യേശു നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിപ്പിച്ചു. അവൻ തൻ്റെ പുതപ്പം ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു.
യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ യേശുവിനെ അനുഗമിച്ചു. വിശുദ്ധ നോമ്പിന്റെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. ദൈവാഭിമുഖ്യത്തിൽ ദൈവാനുരൂപരായി വളരുവാനുള്ള നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് നമ്മുടെ കർത്താവ് അന്ധനായിരുന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയ സംഭവമാണ്. പരസ്യ ശുശ്രൂഷ കാലയളവിൽ നമ്മുടെ കർത്താവ് ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരുമൊത്ത് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യാത്രാമധ്യേ എരിഹോ എന്ന സ്ഥലത്തുകൂടി കടന്നു പോകേണ്ടി വന്നു. അവിടെ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന അന്ധനായ ഒരുവൻ നസ്രാനായ യേശുവാണ് അതുവഴി കടന്നു പോകുന്നത് എന്നറിഞ്ഞ് നിലവിളിക്കുവാൻ തുടങ്ങി. ദാവീദ് പുത്ര, യേശുവേ, കരുണ തോന്നണമേ. അതായിരുന്നു അവൻ്റെ നിലവിളി. പലരും അവനെ ശാസിച്ചു, മിണ്ടാതിരിക്ക്, യേശുവാണ് കടന്നു പോകുന്നത്, അടങ്ങിപ്പാർക്ക എന്നവർ പറഞ്ഞു. പലരും ശാസിച്ചിട്ടും ആ കുരുടനായ മനുഷ്യൻ അടങ്ങിയില്ല. അവൻ പിന്നെയും പിന്നെയും നിലവിളിച്ചു, ദാവീദ് പുത്ര, യേശുവേ, എന്നോട് കരുണ തോന്നണമേ. അവൻ്റെ ആ നിലവിളി യേശുവിനെ അവിടെ നിർത്തി. യേശു അവിടെ നിന്നു. യേശു പറഞ്ഞു, അവനെ വിളിപ്പീൻ. ശിഷ്യന്മാർ അവനെ വിളിച്ചുകൊണ്ടുവന്നു. യേശു അവനെ സൗഖ്യമാക്കി. ആ മനുഷ്യൻ തുടർന്ന് യേശുവിനെ അനുഗമിക്കുകയായിരുന്നു ചെയ്തത്. യേശുവിൻ്റെ സാമീപ്യം അല്ലെങ്കിൽ യേശുവിനെ കണ്ടവൻ യേശുവിനെ അനുഗമിക്കും. അങ്ങനെ കാണുവാൻ കഴിയാതെ അന്ധന്മാരായി, കുരുടന്മാരായി, ആത്മീയമായി അന്ധത ബാധിച്ച്, അല്ലെങ്കിൽ ഭൗതികമായി അവർക്ക് കാഴ്ചയുണ്ടെങ്കിലും ഒരു നല്ല കാഴ്ചപ്പാടില്ലാതെ, സത്യമേതാണ് എന്ന് തിരിച്ചറിയാതെ, സത്യത്തിൻ്റെ ആ കാഴ്ചപ്പാടില്ലാതെ, ദൈവത്തിൻ്റെ ആ കാഴ്ചപ്പാടില്ലാതെ ജീവിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. ആ അന്ധനായ മനുഷ്യൻ നിലവിളിച്ചതുപോലെ, ദാവീദ് പുത്ര, യേശുവേ, കരുണ തോന്നണമേ എന്നുള്ള ആ നിലവിളി ഇക്കാലത്ത് എത്രമാത്രം അർത്ഥവത്താണ്. അങ്ങനെ നിലവിളിക്കുന്ന ഓരോരുവൻ്റെയും അടുക്കൽ നമ്മുടെ കർത്താവ് നിൽക്കും. കാരണം ആ ഒരു വിളിക്ക് വേണ്ടി അവൻ ചെവിയോർക്കുകയാണ്. എപ്പോഴാണ് നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് വെളിയിൽ വരുന്നത്? എപ്പോഴാണ് നിങ്ങളുടെ കുരുട്ടുകണ്ണുകൾ തുറന്ന് നിങ്ങൾ ആ പ്രകാശം കാണുന്നത്? അത് നോക്കി നമ്മുടെ കർത്താവിരിക്കുകയാണ്. യേശു എങ്ങും ആരുടെയും ഹൃദയത്തിൽ ഇടിച്ചു കയറുന്നവനല്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരുവാൻ അമാന്തിക്കരുതേ. വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിലാണ് ആ സംഭവം വിവരിച്ചിരിക്കുന്നതായി നാം വായിക്കുന്നത്. വേഴ്സ് 46 ഓൺവേർഡ്സ്. അവർ യെരിഹോവിലെത്തി. പിന്നെ യേശു ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസറായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ
ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, യേശു നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ യേശുവിനെ അനുഗമിച്ചു. അന്ധനായ ഭൃത്യമായി യെരിഹോവിലെ ആ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ ആ സമയമെല്ലാം അനേകർ വന്ന് ഈ യേശുവിനെ കുറിച്ച് അവനോട് സംസാരിച്ച് കാണണം. യേശു എന്ന പേരുള്ള ഒരുവനുണ്ട്. സങ്കടവുമായി യേശുവിനെ സമീപിക്കുന്നവർക്കെല്ലാം യേശു ആശ്വാസം കൊടുക്കുന്നു. അവരുടെ രോഗികളെ സൗഖ്യമാക്കുന്നു, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, ചെകിടന്മാർക്ക് കേൾവി കൊടുക്കുന്നു, മുടന്തരെ സൗഖ്യമാക്കുന്നു, ഭൂതഗ്രസ്തരെ വിടുവിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്നതെല്ലാം നിത്യജീവൻ്റെ മൊഴികളാണ്. യേശു പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളാണ്. ഇതെല്ലാം കേട്ട ഭൃത്യമായി യേശുവിനെ എങ്ങനെയെങ്കിലും യേശുവിൻ്റെ അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിച്ചു. പക്ഷേ എങ്ങനെ നടക്കും? ആര് ഈ അന്ധനായ മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകും? അപ്പോഴിതാ ഭർത്തിയമായിയെ മാത്രം കാണുവാൻ വരുന്നു എന്ന തരത്തിൽ യേശു ആ വഴി കടന്നു പോകുന്നു. യേശു യെരുശലേമിലേക്ക് പോവുകയാണ്. യേശുവിനെ പിന്തുടർന്ന് ഒരു വലിയ പുരുഷാരമുണ്ട്. ഭർത്തിയമായിക്ക് കാണുവാൻ പറ്റില്ല, പക്ഷേ ഭർത്തിയമായി ഒരു ആരവം കേൾക്കുന്നു. ഇത് നസ്രാനായ യേശു അല്ലാതെ മറ്റാരുമായിരിക്കില്ല, അല്ലെങ്കിൽ ഇത്ര വലിയൊരു പുരുഷാരം ഒരുവനെ പിന്തുടരില്ല, ഇങ്ങനെയൊരു ആരവം കേൾക്കില്ല. ഭർത്തിയമായി മനസ്സിലാക്കുന്നു. അതാണ് നാം വേഴ്സ് 2 വായിക്കുന്നത്. As Jesus and his disciples, together with a large crowd, were leaving the city, a blind man, Bartimaeus, was sitting by the roadside begging. When he heard that it was Jesus of Nazareth, he began to shout, Jesus, Son of David, have mercy on me. എന്നോട് കരുണ തോന്നണമേ. കിരിയെ, അതാണ് ഗ്രീക്ക് ഭാഷയിൽ അവിടെ എഴുതിയിരിക്കുന്നത്. കിരിയെ എലൈസോൻ, കർത്താവേ കരുണ തോന്നണമേ. ഈ അന്ധന്റെ പ്രാർത്ഥന, നിലവിളിയുടെ ആ ശബ്ദത്തിൽ എല്ലാവരും പകച്ചു. അവനോട് മിണ്ടാതിരിക്കുവാൻ പറ, കാരണം യേശുവാണ് കടന്നു പോകുന്നത്. എല്ലാവരുടെയും ശബ്ദത്തെക്കാൾ ഉയർന്ന ശബ്ദമായിരുന്നു ഈ അന്ധനായ മനുഷ്യൻ്റെ. അതുകൊണ്ടാണ് അവർ ശ്രദ്ധിച്ചത്. അല്ലെങ്കിൽ ഈ ആരവം, ഈ പുരുഷാരത്തിൻ്റെ ആരവത്തിൽ ഈ അന്ധനായ മനുഷ്യൻ്റെ ശബ്ദം ഇവിടെ കേൾക്കുവാനാണ്. അതിനെയും കവച്ചു വെക്കുന്ന രീതിയിലായിരുന്നു കൃത്യമായി നിലവിളിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, many rebuked him and told him to be quiet, but he shouted all the more, Son of David, have mercy on me. പ്രകാരം തുടർച്ചയായി അല്ലെങ്കിൽ നിർത്താതെ യേശുവേ ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ അൺവേവറിംഗ് ഫെയ്ത്ത്, അതുപോലെ തന്നെ പെർസിസ്റ്റൻസ് ഇൻ സീക്കിംഗ് ഗോഡ്സ് ഹെൽപ്പ് മെയ്ഡ് ജീസസ് സ്റ്റോപ്പ് ദെയർ. അതാണ് യേശുവിനെ അവിടെ നിർത്തിയത്. യേശുവിനെ
എങ്ങനെയെങ്കിലും കാണണം, യേശുവിൻ്റെ അടുത്ത് ചെല്ലണം എന്നുള്ള ആ ദൃഢമായ ആ നിർബന്ധം, ആ പിടിവാശി ബർത്തിമേയുക്കുണ്ടായിരുന്നു. താൻ കാത്തിരുന്നത് പോലെയാണ് യേശു തന്നെ തേടി വരുന്നത് പോലെ ആ ബർത്തിമേയ്ക്ക് തോന്നി. ജീസസ് സ്റ്റോപ്ഡ് ആൻഡ് സെഡ്, "കോൾ ഹിം." അവനെ വിളിക്കുവാൻ പറഞ്ഞു. So they called to the blind man, "Cheer up, on your feet, he is calling you." അവർ അവനോട് പറഞ്ഞു. Throwing his cloak aside, he jumped to his feet and came to Jesus. താൻ പുതച്ചിരുന്ന ആ ഭിക്ഷക്കാരൻ്റെ ആ പുതപ്പ് പുറകിൽ ഉപേക്ഷിച്ചു, വലിച്ചെറിഞ്ഞു, വൃത്തിയുമായി ഓടുകയാണ്. ബർത്തിമേയ്ക്ക് അറിയാമായിരുന്നു എന്തെങ്കിലും സംഭവിക്കുമെന്ന്. യേശു അവൻ്റെ അടുക്കൽ ചെന്ന് എന്താണ് നിന്റെ ആവശ്യമെന്ന് ചോദിക്കുമെന്നോ, അവൻ്റെ ആവശ്യമനുസരിച്ച് യേശു അവനെ സഹായിക്കുമെന്നോ ആയിരിക്കണം കൂടെ ഉണ്ടായിരുന്നവർ വിചാരിച്ചത്. പക്ഷേ യേശു അവിടെ നിന്നു, അവനെ വിളിപ്പിക്കുകയാണ് ഉണ്ടായത്. ശിഷ്യന്മാർ ചെന്ന് അവനോട്, "Come on, cheer up, on your feet, Jesus is calling you." പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റ് തൻ്റെ പുതപ്പെല്ലാം ദൂരെ എറിഞ്ഞു. ഇനി എന്തിനാണ് അവന് പുതപ്പ്? പുതപ്പും വടിയും ഭിക്ഷപാത്രവും എല്ലാം അവൻ ദൂരെ എറിഞ്ഞു. He cast off his cloak, he tossed it aside. എത്രമാത്രം സന്തോഷമുള്ളവനായിരുന്നു ആ ബർത്തിമേയ്. തനിക്കെന്തോ സംഭവിക്കുവാൻ പോകുന്നു. യേശു അവനോട് ചോദിക്കുന്നു, "ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ഇച്ഛിക്കുന്നത്?" റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം, അവൻ പറഞ്ഞു. റബൂനി എന്നാൽ ഗുരു. ഗുരുവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം. യേശു ആ ബർത്തിമേയെ സൗഖ്യമാക്കി. യേശു പറഞ്ഞു, "പോകാം, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ." അവൻ കാഴ്ചയുള്ളവനായി മാറി യേശുവിനെ അനുഗമിച്ചു. അതാണ് നാം ഈ വേദഭാഗത്ത് വായിച്ചത്. കുരുടനായിരുന്ന ആ മനുഷ്യൻ റോഡരികിൽ നിന്നും ജനശ്രദ്ധ ആകർഷിക്കുന്ന ജനമധ്യത്തിലേക്ക് മാറ്റപ്പെട്ടു. ഇറ്റ് വാസ് എ ഷിഫ്റ്റ് ഫ്രം ദ ഇൻവിസിബിൾ പെരിഫറി of the society to the heart of the scene. എല്ലാവരും കാണത്തക്കവണ്ണം അവരുടെ മധ്യത്തിലേക്ക് അവനെ വിളിച്ചു കൊണ്ടുവന്നു. അവൻ മാനിക്കപ്പെടുകയാണ് ഉണ്ടായത്. യേശുവിനോട് അടുക്കുന്നവൻ്റെ സ്ഥിതി ഈ വിധം മാറ്റപ്പെടുന്നു. കാരണം യേശുവിൻ്റെ മാർഗം സ്നേഹത്തിൻ്റെയും മനസ്സലിവിൻ്റെയും സഹായത്തിൻ്റെതുമാണ്. നമ്മുടെ ബലഹീനതകളും കുറവുകളും കുറ്റങ്ങളും മഹത്വത്തിനും മഹിമയ്ക്കും മറ്റുള്ളവരുടെ മുമ്പിൽ പുകഴ്ചയ്ക്കും ഇടയാക്കി അവൻ നമ്മെ മാനിക്കും. ബർത്തിമേയെ യഥാസ്ഥാനപ്പെടുത്തിയ യേശു അവന് കൊടുത്തത് കാഴ്ചയും ആത്മരക്ഷയും മാനവുമായിരുന്നു. രോഗസൗഖ്യത്തിന് അവൻ പാത്രമായി. അവൻ്റെ സ്ഥിതി മാറി. സ്ഥിതി മാറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. യേശുവിനോട് അടുക്കുന്നവൻ്റെ സ്ഥിതി മാറ്റപ്പെടുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കുരുടൻ്റെ സൗഖ്യം. ഇന്നത്തെ നമ്മുടെ കീ വേഴ്സ്, അതിനാൽ ഞാൻ എടുത്തിരിക്കുന്നതും ഇതേ അർത്ഥത്തിലുള്ളതാണ്. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 20 വേഴ്സ് 29. യേശു പറഞ്ഞു, "നിങ്ങൾ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. Blessed are those who have not seen and yet have believed." ഈ കുരുടൻ അതാണ് ചെയ്തത്. അവൻ അന്ധനായിരുന്ന ആ സമയത്ത് യേശുവിനെ വിശ്വസിച്ചു. ഇപ്പോൾ അവൻ സൗഖ്യത്തിനും മാനത്തിനും പാത്രമായി. അവൻ്റെ സ്ഥിതി മാറ്റപ്പെട്ടു. May the grace of our Lord Jesus Christ be with you.
till we meet again with yet another episode. I bless you in Jesus' name. Amen.